നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. കുട്ടികളുള്ള ഒട്ടുമിക്ക വീടുകളിലും വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാറുള്ളൊരു സാധനമാണ് പുളിജാം, പുളിമുട്ടായൊക്കെ. കുട്ടികൾ ഇത് വാങ്ങിച്ച് കഴിക്കണ കാണുമ്പം നമ്മുടെ വായിലും വെള്ളം വരും. പുളിയായതുകൊണ്ട് നമ്മളും ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഒന്നിലൊന്നും നിൽക്കില്ല, കുറച്ചധികം ഒരു ഒറ്റയടിക്ക് തന്നെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ പുളിജാം. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിലും നല്ല വൃത്തിയിലും വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിപ്പം പുളിയുടെ സീസൺ ആയതുകൊണ്ട് കുരുവൊന്നും കുത്താത്ത ഫ്രഷ് പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് പൾപ്പൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കേടാവാതെ കുറച്ച് നാളത്തേക്ക് വേണ്ടിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ് ഈ പുളി. ഇത് കുരുവൊന്നും കുത്താത്ത പുളിയായതുകൊണ്ട് കുതിരാൻ കുറച്ച് താമസം വരും. അതുകൊണ്ട് ഞാൻ നല്ല ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു കപ്പാണ് നമുക്ക് പുളിജാം ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഇതിപ്പോൾ ഇങ്ങനത്തെ പുളി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഇങ്ങനെയുള്ള പുളി വേണമെങ്കിലും എടുക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന പുളിയാണെങ്കിലും മതി. അത് ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുതിർത്തിട്ട് നമുക്കൊന്ന് അരിച്ച് കുരുവൊക്കെ കളഞ്ഞ് അരിച്ചെടുക്കാം. അപ്പം അങ്ങനെയുള്ള പുളിയാണെങ്കിലും ഒരു കപ്പ് എടുക്കാം. ഇതിപ്പം ഫ്രഷ് പുളി ആയതുകൊണ്ടാണ് ഈ കളറ്. പുളി ഇരിക്കും തോറും കറുത്ത് വരും. ഈ കളറാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ജാം ഉണ്ടാക്കിയപ്പോൾ നല്ല കറുത്ത കളറ് തന്നെയായിരുന്നു. അപ്പം ഞാനെടുത്ത ഈ പുളി ചെറിയൊരു മധുരവും കൂടിയുള്ള പുളിയായിരുന്നു കേട്ടോ. ചക്കര പുളി എന്നൊക്കെ പറയില്ലേ അത്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് കുറവാണ് ശർക്കര ചേർക്കുന്നത്. ഈക്വൽ അളവിലാണ്. ഒരു കപ്പ് പൾപ്പിന് ഒരു കപ്പ് ശർക്കര പാനി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ശർക്കരരി വെള്ളമൊഴിച്ച് ഉരുക്കിയിട്ട് അരിച്ചെടുത്താണ് കേട്ടോ ഇത്. നല്ല പുളിപ്പുള്ള പുളിയാണെങ്കിൽ നമുക്ക് 1.25 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കപ്പ് ശർക്കര പാനിയും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം, ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറുകി നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിച്ചു തുടങ്ങുമ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചുക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ ചുക്ക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളിജാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പുളിമിഠായി ആണെങ്കിൽ കുറച്ച് ടൈമും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടി വരും. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടി വരും. നമുക്കിത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇതിപ്പം വല്ലാണ്ട് ലൂസും ആയിട്ടില്ല, വല്ലാണ്ട് ടൈറ്റും ആയിട്ടില്ല, കറക്റ്റ് പരുവമായിരിക്കുന്നത്. മിഠായി പോലെ കുറച്ചും കൂടെ കട്ടിയിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാവിലിട്ടിങ്ങനെ നുണയുമ്പം നാവിലെ തൊലി പോകാനൊക്കെ സാധ്യതയുണ്ട്. കുറച്ചധികം കഴിക്കുമ്പം തൊലി പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പം അങ്ങനെയൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇതിപ്പം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യമുള്ളപ്പോൾ സ്പൂണിൽ കോരിയെടുക്കാം. ഞാനിത് ഫോട്ടോ എടുക്കാനായിട്ട് ക്ലിംഗ് റാപ്പിലൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പീസ് ക്ലിംഗ് റാപ്പ് എടുത്തിട്ട് അതിനകത്തിൻ്റെ നടുക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മറ്റേ അറ്റത്തേക്കൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് രണ്ട് പീസും അടിയിൽ നിന്ന് മുകളിൽ നിന്നും എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയിട്ട് വീണ്ടും ഈ അറ്റത്തേക്ക് ഇപ്പുറത്തെ അറ്റത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഇനി 2 എഡ്ജും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. എന്നിട്ട് മിഠായി കവറ് ചുരുട്ടുന്ന പോലെ ചുരുട്ടി എടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് കവറ് തുറക്കാണ്ട് തന്നെ ഒരു സൈഡിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഗ്ലാസ് ജാറിലേക്ക് ആക്കിയിട്ട് ജാമും ലേഹ്യവും ഒക്കെ എടുക്കുന്ന പോലെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. മിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇത് ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കണേ. താങ്ക്